അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സകാത്തുൽ ഫിത്ർ ഇസ്ലാമിലെ വളരെയേറെ പ്രാധാന്യത്തോടെ മുസ്ലിമീങ്ങൾ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധ രൂപേണ കൽപ്പിക്കുകയും ചെയ്ത ഒരു കർമ്മമാണ് സകാത്തുൽ ഫിത്ർ. ഇസ്ലാമിലെ ഏതൊരു കർമ്മവും അത് കൽപ്പിക്കപ്പെട്ടപ്പോഴും അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് സകാത്തുൽ ഫിത്ർ. അത് കൽപ്പിച്ചെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഹറത്തുൽ ലിസ്വാഇം, അഥവാ ഏതൊരു നോമ്പുകാരനും ഈ പരിശുദ്ധമായ റംളാനിൽ അവർ നോമ്പ് നോൽക്കുമ്പോൾ ആ റംളാനിൻ്റെ ഉടനീളം അവർക്ക് സംഭവിച്ചതായ പാകപ്പിഴവുകളും തെറ്റുകളും അത് പൊറുക്കപ്പെടാനും അതിൽ നിന്ന് ഒരു ശുദ്ധീകരണം എന്ന അർത്ഥത്തിലും അതോടൊപ്പം വത്തുഅമത്തുല്ലിൽ മസാക്കീൻ, മിസ്കീനുകളായ പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു രണ്ട് ഉദ്ദേശത്തിലാണ് ഈ ഒരു സകാത്തുൽ ഫിത്ർ ഈ ഉമ്മത്തിന് കൽപ്പിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിലൂടെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സകാത്തുൽ ഫിത്ർ അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണുക. ഏതൊരു വിശ്വാസിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അല്ലെങ്കിൽ കുട്ടിയാകട്ടെ മുതിർന്നവരാകട്ടെ, സ്വതന്ത്രരാകട്ടെ അടിമയാകട്ടെ, ഏതൊരു വ്യക്തിയുടെ മേലും ഫറലാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട കാര്യമാകുന്നു സകാത്തുൽ ഫിത്ർ. ഇനി അത് എങ്ങനെ നൽകണം? ഹദീസുകളിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സഅൻ മിന തംരി ഔ സഅൻ മിന ശഈർ. അവിടുന്ന് സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു സഅ കാരക്കയോ അതല്ലെങ്കിൽ ഒരു സഅ ഗോതമ്പോ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഅ എന്ന് പറഞ്ഞാൽ അത് അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പാത്രമാണ്. ഏകദേശം ഒരു 2 കിലോ 40 ഗ്രാം ഗോതമ്പ് ഉൾക്കൊള്ളാവുന്ന ഒരു പാത്രത്തിനാണ് അറബിയിൽ അന്ന് അവർ സഅ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അന്നവർ ആ നാട്ടിലെ ആ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം ഒരു സഅയിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണമാകുന്ന അരി പോലെയുള്ളവ ഒരു സഅയിൽ, അഥവാ ഇന്നത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 2.25 മുതൽ 2.5 കിലോഗ്രാം വരെയുള്ള അരി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭക്ഷണം അത് നമുക്ക് അങ്ങനെ സകാത്തുൽ ഫിത്റായി നൽകാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ അത് എല്ലാവരുടെയും മേലും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു 4 പേരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ 3 പേരുണ്ട് എങ്കിൽ എല്ലാവരും ഇൻഡിവിജ്വലായി വ്യക്തിപരമായി കൊടുക്കണം എന്നില്ല. മറിച്ച് ആ വീട്ടിലെ കുടുംബനാഥൻ ആരാണോ അയാൾ മറ്റുള്ളവർക്ക് ചെലവിന് കൊടുക്കുന്നുവെങ്കിൽ അവരുടെ എല്ലാവരുടെയും എണ്ണം അനുസരിച്ച് ആ കുടുംബനാഥന് ഓരോരുത്തർക്കും ഒരു സഅ വീതം ഭക്ഷണം എന്നുള്ള നിലക്ക് കൊടുക്കാവുന്നതാണ്. അതാണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഫിത്ർ സകാത്ത് നിങ്ങൾ നൽകേണ്ടത് അത് പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് മുമ്പാണ്. അത് ആ മുമ്പ് കൊടുക്കുമ്പോഴാണ് അതൊരു സകാത്ത് മഖബൂലായ സകാത്തായി പരിഗണിക്കുകയുള്ളൂ. അതല്ല നിസ്കാരത്തിന് ശേഷം നിങ്ങൾ കൊടുത്താൽ അത് വെറും ഒരു സദഖയായി, മറ്റുള്ള സദഖകളെ പോലെ ഒരു ദാനധർമ്മമായി മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നേരത്തെ നമുക്ക് കൊടുക്കാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ അങ്ങനെ അവർ അതിൻ്റെ സകാത്തുൽ ഫിത്ർ അത് ശേഖരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയും അവർ അത് ആ നിസ്കാരത്തിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പേ അവരത് നൽകിയതായും ഒക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വളരെയേറെ ശ്രദ്ധയോടെ കാണുക. കാരണം നമ്മുടെ ഈ ഉമ്മത്തിൽ ഒരുപാട് പാവപ്പെട്ട മിസ്കീനുകളായ ഫക്കീറുകളായ മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും പാടുള്ളതല്ല എന്നുള്ള ആ ഒരു നല്ല സതുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഒരുപോലെ, എല്ലാ മുസ്ലിമീങ്ങളും പാവപ്പെട്ടവരും ധനികരും ദരിദ്രനും ആരാവട്ടെ എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത് സകാത്തുൽ ഫിത്ർ നമുക്കെല്ലാവർക്കും നിർബന്ധമാക്കിയത്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ഖബൂലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.